നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മെസ്സി, ഈ മനുഷ്യന് എന്തിത്ര ആരാധകർ എന്ന ചോദ്യങ്ങൾക്കുത്തരം ഓരോ കളികളിലും മറുപടിയായി നൽകുന്ന ഒരാൾ. ഈ ലോകകപ്പ് തുടങ്ങിയതേ ഹാട്രിക്കോടെ. ഓസ്ട്രേലിയക്കെതിരെ ഇന്നലെ കണ്ടതോ ഇരട്ട ഗോളിന്റെ പവർ. മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡും കടന്ന തേരോട്ടം തുടരുമ്പോൾ പിന്നാലെ തന്നെയുണ്ട് ക്ലോസയ്ക്കൊപ്പം എത്തി നിൽക്കുന്ന എംബാപ്പെ. മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ഫുട്ബോൾ പ്രേമികൾ ഒന്നാകെ പറയുന്നു, ഇത് ആവേശക്കാലം, ലോകകപ്പ് കാലം. ഇന്നത്തെ വാർത്തകൾ ഓരോന്നായി നോക്കാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ മെസ്സിയുടെ ഇരട്ട ഗോളിൽ ഓസ്ട്രിയയെ ഏകപക്ഷീയമായി തോൽപ്പിച്ച അർജന്റീന നോക്കൌട്ടിൽ. ക്ലോസയുടെ റെക്കോർഡ് തകർത്ത് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരനായി മെസ്സി. ഇറാഖിനെതിരെ ഫ്രാൻസിന് 3 ഗോളിന്റെ ജയം. എംബാപ്പയ്ക്ക് ഡബിൾ. മഴ മൂലം മത്സരം തുടങ്ങിയത് 1.5 മണിക്കൂർ വൈകി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി മാറ്റത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീഷിനെതിരായ കോൺഗ്രസിലെ പടയൊരുക്കം സഭയിൽ ആയുധമാക്കാൻ പ്രതിപക്ഷം. വൈദ്യുതി പ്രതിസന്ധി ഉന്നയിക്കും. ബജറ്റ് ചർച്ച ഇന്നും തുടരും. മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ തീരുമാനം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നും ന്യൂനപക്ഷങ്ങളെ അകറ്റിയെന്നും കോൺഗ്രസിലൊരു വിഭാഗം. ആരോഗ്യവകുപ്പ് ഡയറക്ടർ കെ ജെ റീനയുടെ സ്ഥലം മാറ്റത്തിൽ സർക്കാരിൽ നിന്ന് നിർണായകം. സ്ഥലം മാറ്റം തടഞ്ഞ ട്രിബ്യൂണൽ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള സർക്കാർ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഡോക്ടർ കെ ജെ റീന ഗുരുതര അച്ചടക്ക ലംഘനം നടത്തിയെന്ന് സർക്കാർ ഹൈക്കോടതി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചതിൽ ADGP MR അജിത് കുമാറിനെ പ്രതിക്കൂട്ടിലാക്കിയ SITയുടെ അന്വേഷണ റിപ്പോർട്ട്. DGP സർക്കാരിന് കൈമാറുന്ന റിപ്പോർട്ടിലെ ശുപാർശയിൽ സർക്കാർ നടപടി എന്താകുമെന്ന ആകാംക്ഷ. കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിമിശിഹ പള്ളിയിൽ ദുരൂഹക്കല്ലർ ഉടൻ തുറക്കാൻ നടപടിയുമായി അന്വേഷണ സംഘം. 2006-ലും 2015-ലും മൃതദേഹങ്ങൾ സംസ്കരിച്ച കല്ലറയിൽ മൂന്നാമതൊരു മൃതദേഹം കൂടിയുണ്ടെന്ന് സംശയം. സിജോസ് കറിയുടെ തിരോധാനത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ പോലീസ്. ഇന്ത്യ-US വ്യാപാര കരാറിലെ അന്തിമഘട്ട ചർച്ചകൾ ഇന്നു മുതൽ. 2 ദിവസമായി നടക്കുന്ന ചർച്ചകൾ നയിക്കുന്നത് മന്ത്രി പീയൂഷ് ഗോയൽ. ഊർജ്ജം, പ്രതിരോധം, ഡിജിറ്റൽ സേവനങ്ങൾ, അത്യാധുനിക സാങ്കേതിക വിദ്യ അടക്കമുള്ള മേഖലകളിൽ ഇന്ത്യൻ വിപണി തുറന്നു കിട്ടാൻ താൽപര്യപ്പെട്ട അമേരിക്ക. നിയമസഭയിൽ ബജറ്റ് ചർച്ച ഇന്നും തുടരും. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം ഇന്നും സഭയിൽ ഉയരാൻ തന്നെയാണ് ഒരു സാധ്യത കാണുന്നത്. വിഷയത്തിൽ കോൺഗ്രസിനുള്ളിലെ ഭിന്നതയും സർക്കാരിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങളും പ്രതിപക്ഷം ഉന്നയിക്കും. വിവരങ്ങളുമായി അൻഫിൽ ഡിസൂസ ചേരുകയാണ്. അൻഫിൽറ്റ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, മദ്യനയത്തിലെ പ്രശ്നം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ അതിൻ്റെ വിഷയങ്ങൾ, മുന്നണിക്കുള്ളിലും അഭിപ്രായ ഭിന്നതകൾ ഇങ്ങനെ പുകയുന്നതിനിടെ അവർ പറയുന്നത് ന്യൂനപക്ഷങ്ങളെ ഈ ഒരു തീരുമാനം അകറ്റി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ഈ വിഷയം അതുകൊണ്ട് തന്നെ പൂർവാധികം ശക്തിയോടെ ഇന്ന് സഭയിൽ ഏറ്റെടുക്കാൻ തന്നെയല്ലേ ഒരു സാധ്യത കാണുന്നത്? ശ്രീജ, ഗുഡ് മോർണിംഗ് ശ്രീജ. തീർച്ചയായും ഈ ബജറ്റിലെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് സഭയിൽ ഭരണപക്ഷത്ത് പോലും മറ്റ് പ്രത്യേകിച്ച് മന്ത്രിസഭയിൽ പോലും വകുപ്പ് മന്ത്രി പോലും അറിയുന്നത് അപ്പോഴാണ് എന്നാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. എക്സൈസ് മന്ത്രിയായ M. ലിജുവിനെ പോലും ഇരുട്ടി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഏകപക്ഷീയമായി തന്റെ ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ബജറ്റ് പ്രഖ്യാപിക്കുമ്പോഴാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ്, വലിയ രീതിയിൽ നികുതി ഇളവ് നൽകുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അപ്പോൾ വകുപ്പ് മന്ത്രിയോട് പോലും ചർച്ച ചെയ്തില്ല എന്ന് ആദ്യം തന്നെ അതിലൊരു അതൃപ്തി പുറത്തു വരുന്നു. അതിനുശേഷം മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾ, പിന്നെ അതിന് പിന്നാലെ കോൺഗ്രസിലെ അംഗങ്ങൾ. ഇന്നലെ ഏറ്റവും ഒടുവിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഒരു താക്കീത് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. അതായത് ഈ രീതിയിലൊരു തീരുമാനം എടുക്കുമ്പോൾ അത് സർക്കാർ കൂടിയാലോചന നടത്തണമെന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ബജറ്റിലെ നിർദ്ദേശങ്ങളുമ്പോൾ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, ആ ആശങ്ക പരിഹരിക്കണമെന്നും KC വേണുഗോപാൽ പറയുന്നത്. അത് മുഖ്യമന്ത്രി വി ഡി സതീശനുള്ള ഒരു മറുപടി തന്നെയാണ്, ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് ഓപ്പറേഷൻ തൂഫാൻ, ലഹരി വിമുക്ത കേരളമാക്കാൻ അദ്ദേഹം ഓപ്പറേഷൻ തൂഫാനുമായി തൂഫാൻ വാരിയർമാരെയൊക്കെ സൃഷ്ടിച്ച് അദ്ദേഹം ഒരു ഭാഗത്തുകൂടി പോകുമ്പോൾ ഈ ലഹരി ഒഴുകാൻ, സുഗമമായി ഒഴുകാനുള്ള ഒരു നീക്കമാണ് മുഖ്യമന്ത്രിയുടെ ഈ ധനപ്രഖ്യാപനത്തിലൂടെ, ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടായിരിക്കുന്ന വിമർശനം കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിൽ ഭിന്നതയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. അതേസമയം
എം ലിജു വകുപ്പ് മന്ത്രി പോലും അറിഞ്ഞില്ല. വകുപ്പ് മന്ത്രിയുടെ അതൃപ്തിയും അദ്ദേഹം മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് അതൃപ്തി അറിയിക്കാനൊക്കെ തീരുമാനിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം അതിന് മുതിർന്നില്ല. പകരം എക്സൈസ് കമ്മീഷണറെ കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ പാർട്ടിക്കുള്ളിലും ഭിന്നത, അതോടൊപ്പം മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഏകപക്ഷീയമായെടുത്തൊരു തീരുമാനമാണ് എന്ന രീതിയിലൊരു ഭിന്നത പാർട്ടിക്കുള്ളിലും മന്ത്രിസഭയിലും ഒക്കെ ഉണ്ട്. ഘടകകക്ഷികളിലും അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് ലീഗ്, കുഞ്ഞാലിക്കുട്ടി. കാരണം ലീഗൊക്കെ നമുക്കറിയാം, അവർ മദ്യനയത്തിൽ എപ്പോഴും ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ അത് ജനങ്ങളെ ബാധിക്കാതിരിക്കണമെന്ന് എല്ലാ കാലവും എടുത്തിട്ടുള്ളവരാണ് മുസ്ലിം ലീഗ്. ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് സമസ്തയും കാന്തപുരവും ഒക്കെ അവർ വാരിയർമാരായി നിൽക്കുന്നു. അപ്പോൾ അവരൊക്കെ ലഹരി വിമുക്ത ക്യാമ്പയിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിലുള്ള നികുതി ഇളവ് ധനമന്ത്രി പ്രഖ്യാപിക്കുന്നത് ബജറ്റുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ അതിന് വ്യാഖ്യാനിക്കപ്പെടുന്നത് ലഹരി ഒഴുകുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണമായി ഇത് മാറുമെന്ന്. അപ്പോൾ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഒരു തീരുമാനമാണ് എന്ന രീതിയിൽ മുസ്ലിം ലീഗിനും കടുത്ത എതിർത്തിയുണ്ട്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് KCBC വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം KCBC ഇതിനെതിരെ രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ KCBC എല്ലാ കാലവും മദ്യവർജനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് അതൃപ്തിപ്പെടുത്തുന്ന ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അതിനൊപ്പം KCBCയുടെ സഭയ്ക്കൊപ്പം നിൽക്കാനേ കേരള കോൺഗ്രസിന് കഴിയുള്ളൂ. അപ്പോൾ ഘടകകക്ഷിയിലെ പ്രധാനപ്പെട്ട മുസ്ലിം ലീഗും കേരള കോൺഗ്രസും അതൃപ്തിയാണ്. അപ്പോൾ ന്യൂനപക്ഷങ്ങളൊക്കെ തന്നെ ഈ ഒരു തീരുമാനത്തോടുകൂടി അകന്നു എന്നൊരു വികാരം, അങ്ങനെ ഒരു തീരുമാനം വിലയിരുത്തലും ഒക്കെ തന്നെയും കോൺഗ്രസിലും ഘടകകക്ഷികൾക്കുള്ളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ പാർട്ടിയിലും മുന്നണിയിലും സർക്കാരിലും ഒക്കെ തന്നെയും വിരുദ്ധ അഭിപ്രായ ഭിന്നതകളൊക്കെ മറനീക്കി പുറത്തു വരികയും ചെയ്തൊരു പശ്ചാത്തലമാണ് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പലരും തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുന്നു. ചിലരൊക്കെ തന്നെ അത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യം ഉയർത്തുന്നു. അങ്ങനെ ഭരണമുന്നണി വലിയ രീതിയിൽ അസ്വസ്ഥതകളും പഠനപ്പിണക്കങ്ങളും ഒപ്പം തന്നെ ഇതിൻ്റെ പേരിൽ ഒരു വലിയ രീതിയിൽ മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തുന്ന ഒരു പടയൊരുക്കവുമൊക്കെ മുഖ്യമന്ത്രിക്ക് എതിരെ ഒരു നീക്കമൊക്കെ നടക്കുകയാണ് പാർട്ടിയിൽ. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ള ചോദ്യമാണ്. പക്ഷേ ഇതുവരെ മുഖ്യമന്ത്രി VD സതീശൻ ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടില്ല. സഭയിൽ ഈ വിഷയം ഉറപ്പായും നിയമസഭ ചേരുമ്പോൾ പ്രതിപക്ഷം ഇത് ആയുധമാക്കും. കാരണം ഭരണപക്ഷത്തുണ്ടായിരിക്കുന്ന ഈ ഭിന്നത പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വലിയ ആയുധമാണ്. കഴിഞ്ഞ ദിവസവും ഈ വിഷയം ചർച്ച ചെയ്തുവെങ്കിലും ഇന്നും ഇത് ബജറ്റ് ചർച്ചയ്ക്കിടെ പ്രതിപക്ഷം ഈ വിഷയം കൊണ്ടുവരും. അതോടൊപ്പം സംസ്ഥാനത്തെ അതുപോലെ വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനത്ത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഇന്ന് അവതരിപ്പിക്കുമെന്നും അറിയുന്നുണ്ടല്ലോ. തീർച്ചയായും ഈ വിഷയം വലിയ രീതിയിൽ വൈദ്യുതി പ്രതിസന്ധിയാണ് ഏറ്റവും ഒരു വിഷയമായി സംസ്ഥാനത്ത് നിൽക്കുന്നത്. പ്രത്യേകിച്ച് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പ്രതിസന്ധിക്ക് കാരണം ഈ സർക്കാരല്ല, അത് നിലവിൽ ലഭിക്കുന്ന മഴ ലഭ്യതയും സംസ്ഥാനത്ത് പ്രതികൂലമായ സാഹചര്യം, അതോടൊപ്പം തന്നെ വൈദ്യുതിയുടെ ആവശ്യകത വലിയ രീതിയിൽ ഉയർന്നു വരികയൊക്കെ ചെയ്തത് കൊണ്ടാണ് ദൗർലഭ്യം ഉണ്ടാകുന്നത്, വൈദ്യുതി ഉൽപ്പാദനത്തിലുണ്ടായിരിക്കുന്ന കുറവ്. ഇതൊക്കെയാണ് കാരണമായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് നിലവിൽ പ്രതിസന്ധി ഉണ്ടാകുന്നു. ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള നീക്കങ്ങളൊന്നും തന്നെ സർക്കാർ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന വിമർശനം പ്രതിപക്ഷം ഉയർത്തുന്നു. അതുതന്നെയാകും പ്രതിപക്ഷം ഇന്ന് സഭയിൽ കൊണ്ടുവരിക. അപ്പോൾ ഏറ്റവും പ്രധാനമായും സംസ്ഥാനത്ത് നേരിടുന്ന മദ്യത്തിലെ നികുതിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഉടലെടുത്തിരിക്കുന്ന അസ്വസ്ഥതകളും അതൃപ്തിയും ഒക്കെ തന്നെ പ്രതിപക്ഷം ഇന്ന് ആയുധമാക്കും. വലിയ രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു നീക്കം ഭരണപക്ഷ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ അത് സഭയിൽ പ്രതിപക്ഷം ഏറ്റെടുക്കുമ്പോൾ എങ്ങനെയാകും ഭരണമുന്നണിയിലെ മറ്റുള്ളവർ അത് ഏറ്റെടുക്കുക? ഇതൊക്കെ ഒരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ വൈദ്യുതി പ്രതിസന്ധി, ഇത് രണ്ട് വിഷയവുമാണ് ഇന്ന് സഭയിൽ ഏറ്റവും പ്രധാനമായും പ്രതിപക്ഷം കൊണ്ടുവരിക. മാത്രമല്ല ബജറ്റ് ചർച്ചയ്ക്കിടെ ഇതൊക്കെ തന്നെ സർക്കാരിനെതിരെ പ്രത്യാരോപണങ്ങളൊക്കെ തന്നെയും നേരിടുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ശ്രീജ, അൻഫിൽട്ട്, മറ്റൊരു പ്രധാന വാർത്ത കൂടിയുണ്ട്. ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചതിൽ ADGP MR അജിത് കുമാറിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ട് SITയുടെ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. DGP സർക്കാരിന് കൈമാറുന്ന റിപ്പോർട്ടിൽ എന്ത് നടപടിക്ക് ശുപാർശ ചെയ്യുമെന്നുള്ളതാണ് നിർണായകമായിട്ടുള്ളത്. ഒപ്പം തന്നെ അജിത് കുമാറിനെതിരെ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നതിലും ഒരു ആകാംക്ഷ അങ്ങനെ നിൽക്കുകയാണ് അല്ലേ? അതെ, തീർച്ചയായും. കാരണം ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം IAS തലത്തിലും IPS തലത്തിലും വ്യാപകമായ ഒരു അഴിച്ചുപണിയാണ് നടത്തിയത് നമുക്കറിയാം. പക്ഷേ അപ്പോൾ IPS തലത്തിൽ ADGPമാർക്കൊക്കെ തന്നെയും പദവി മാറ്റവും അവർക്ക് ട്രാൻസ്ഫറും ഒക്കെ ഉണ്ടാകുമ്പോഴും MR അജിത് കുമാറിന്റെ വിഷയത്തിൽ മാത്രമാണ് ഒരു തീരുമാനം സർക്കാർ അന്ന് എടുക്കാതിരുന്നത്. അതേസമയം എക്സൈസ് മന്ത്രിയായിരുന്ന M ലിജു അധികാരമേറ്റപ്പോൾ തന്നെയും ബെപ്കോയുടെ CMD ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയെ അറിയിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിലൊരു തീരുമാനം എടുത്തില്ല. മാത്രമല്ല ഈ
ഗൺമാന്മാരെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതിക്കൂട്ടി നിൽക്കുന്നത് MR അജിത്കുമാറാണ്. കാരണം ആ റിപ്പോർട്ട് അട്ടിമറിക്കാൻ ആദ്യ അന്വേഷണ റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്താനായി ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടു. അത് MR അജിത്കുമാർ ഇടപെട്ട് തിരുത്തിയെന്ന് പിന്നീട് SIT അന്വേഷിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ മൊഴി നൽകി. ഇതൊക്കെ പുറത്തു വന്ന വാർത്തയാണ്. ആ സമയത്ത് വീണ്ടും പ്രതിക്കൂട്ടിലാവുന്ന MR അജിത്കുമാറാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും MR അജിത്കുമാർ ഭരണമുന്നണിക്ക് ഒരു കണ്ണിലെ കരടായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റണമെന്നൊരു ആവശ്യമുണ്ട്. എന്നാൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുത്തില്ല. അപ്പോൾ ഈ SIT ഇന്നലെ നൽകിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് MR അജിത്കുമാറിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകം തന്നെയാണ്. കാരണം ഇത് അന്വേഷിച്ചത് SP ഷൗക്കത്ത് അലിയാണ്, SITയുടെ സംഘത്തലവൻ. അദ്ദേഹം ആ റിപ്പോർട്ട് DGPക്ക് ഇന്നലെ കൈമാറി, നേരിട്ടെത്തിയാണ് കൈമാറിയത്. ആ റിപ്പോർട്ടിൽ MR അജിത്കുമാർ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ ആരെ അട്ടിമറി ഉണ്ടായി, അട്ടിമറിക്ക് നേതൃത്വം നൽകി ആ ഉന്നത ഉദ്യോഗസ്ഥരായ ആ സമയം ഈ നവകേരള യാത്ര നടക്കുന്ന സമയത്ത് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്നു MR അജിത്കുമാർ. അദ്ദേഹം നേരിട്ട് ഇടപെട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് തിരുത്താനായി ആവശ്യപ്പെടുകയും ഗൺമാന്മാരെയൊക്കെ രക്ഷിക്കുന്ന ഒരു നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ ഈ കേസ് അട്ടിമറിച്ചു എന്നത് മറ്റൊരു കേസായി രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ആ കേസിൽ MR അജിത്കുമാർ പ്രതിക്കൂട്ടിലാകും. അങ്ങനെ റിപ്പോർട്ട് DGPക്ക് കൈമാറും. റിപ്പോർട്ട് ഇപ്പോൾ DGPയുടെ കൈവശമാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് DGP ആഭ്യന്തരമന്ത്രിക്ക് കൈമാറും. ആ റിപ്പോർട്ടിൽ അദ്ദേഹം എന്ത് ശുപാർശയാകും? ഈ MR അജിത്കുമാറിനെതിരെ SIT നൽകിയ റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ശുപാർശ സർക്കാരിന് നൽകണം. അതിൽ MR അജിത്കുമാറിനെതിരെ കടുത്ത നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അങ്ങനെയാണ് ശുപാർശ ചെയ്താണ് സർക്കാരിന് നൽകുന്നതെങ്കിൽ ആ സർക്കാർ അതിൽ എന്ത് നിലപാടെടുക്കുമെന്നതൊരു ചോദ്യം തന്നെയാണ്. DGP ഏത് രീതിയിലാകും ശുപാർശ നൽകുക എന്നതും ഒരു ചോദ്യം തന്നെയാണ്. MR അജിത്കുമാറിന് വലിയ രീതിയിൽ പരിക്കുകളില്ലാത്ത ഒരു നടപടി നൽകണമെന്നാണോ അതോ കടുത്ത നടപടിക്ക് വിധേയമാക്കണമെന്ന രീതിയിലാണോ അദ്ദേഹം ശുപാർശ ചെയ്യുക എന്നതിനെ ആശ്രയിച്ചിരിക്കും സർക്കാരിന്റെ നിലപാട്. ഇനി DGP എന്ത് തന്നെ ശുപാർശ ചെയ്താലും സർക്കാർ ഇതിൽ എന്ത് നിലപാടെടുക്കുന്നത് ഏറ്റവും പ്രധാനം തന്നെയാണ്. ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി ഒക്കെ തന്നെയും ഈ MR അജിത്കുമാറിനെതിരെ എന്ത് നടപടി, അദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടി ഒക്കെ തന്നെ ഇനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയേറെ അദ്ദേഹത്തിന് എതിരായ പരാമർശങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ SIT നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ കാണുന്നത്. എന്തായാലും സർക്കാരും DGP നൽകുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇന്ന് ഏറ്റവും പ്രധാനം തന്നെയാണ് MR അജിത്കുമാറിനെ സംബന്ധിച്ച്. ശ്രീജ, എല്ലാവരും ഉറ്റുനോക്കുകയാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിയമസഭയിലേക്കും ഒപ്പം തന്നെ അജിത് കുമാറിനെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതിലേക്കും എല്ലാവരും ഉറ്റുനോക്കുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളുടെ വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു അൻഫിലിഡ് ഡിസൂസ. ഇനി നമ്മൾ പോകുന്നത് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ സ്ഥലം മാറ്റ വിഷയത്തിൽ സർക്കാരിന് ഇന്ന് നിർണായക ദിനം. ആ ഒരു വാർത്തയിലേക്കാണ്. സ്ഥലം മാറ്റം തടഞ്ഞ് ട്രിബ്യൂണൽ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള സർക്കാർ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഡോക്ടർ KJ റീന ഗുരുതര അച്ചടക്ക ലംഘനം നടത്തിയെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ റീനയ്ക്കാണെങ്കിലും സർക്കാരിനാണെങ്കിലും വളരെ നിർണായകമായൊരു ദിവസം തന്നെയാണ്. പ്രത്യേകിച്ച് ഹൈക്കോടതി വിധി റീനയ്ക്ക് അനുകൂലമാവുകയാണെങ്കിൽ സർക്കാരിനത് വലിയ തിരിച്ചടിയാവും. പ്രത്യേകിച്ച് മുരളീധരൻ എന്ന് പറഞ്ഞതാണ് തുരപ്പൻ പണി കാണിക്കുന്നവരെ ആരെയും വച്ചു പൊറപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു നിർണായക ദിനം എന്ന് തന്നെ പറയണം, അല്ലേ? ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ സ്ഥലമാറ്റ വിഷയത്തിൽ സർക്കാരിന് വളരെയധികം നിർണായകമായൊരു ദിനം തന്നെയാണ്. സ്ഥലം മാറ്റം തടഞ്ഞ ട്രിബ്യൂണൽ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. എല്ലാവരും ആ ഒരു വിധിക്കായി ഉറ്റുനോക്കുകയാണ്. വിധി ആർക്ക് അനുകൂലമാകും, ആർക്ക് പ്രതികൂലമാകും എന്നതുകൊണ്ട് തന്നെ വളരെയധികം നിർണായകമായൊരു ദിവസം തന്നെയാണെന്ന് ഡോക്ടർ KJ റീന ഗുരുതര അച്ചടക്ക ലംഘനം നടത്തിയെന്നാണ് സർക്കാർ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ നിർണായകമായ ദിനം സർക്കാരിനും റീനയ്ക്കും, അല്ലേ? ശ്രീജ, തീർച്ചയായും സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ വലിയ തരത്തിൽ പടർന്ന് പിടിക്കുന്ന ഒരു സാഹചര്യം, അത് ആ തരത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു നീക്കം ഉണ്ടായത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അച്ചടക്ക ലംഘനമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു KJ റീനയെ സർക്കാർ സ്ഥാനത്ത് നിന്ന്, ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് റീന ട്രിബ്യൂണലിനെ സമീപിക്കുന്നു. ആ നടപടി വളരെ ശക്തമായി തന്നെ ട്രിബ്യൂണൽ ഈ സർക്കാരിന്റെ ഭാഗങ്ങൾ കേൾക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒക്കെ
ചെയ്തുകൊണ്ടാണ് 2 ആഴ്ചത്തേക്ക് ആ പദവിയിൽ തുടരാനുള്ള നീക്കം അല്ലെങ്കിൽ അനുമതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആ ഹൈക്കോടതി ഇന്നലെ ഈ ഹർജി പരിഗണിച്ചിരുന്നു. ആ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി കേൾക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ പരിശോധിക്കാനൊക്കെ തീരുമാനിക്കുകയും, പക്ഷേ ആ സമയത്ത് തന്നെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു തരത്തിലും ഈ ട്രിബ്യൂണൽ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി തയ്യാറായിരുന്നില്ല. അത് സർക്കാരിനെ സംബന്ധിച്ച് ഇന്നലെ തന്നെ തിരിച്ചടിയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ ഈ കാര്യത്തിൽ, അതായത് ഈ ട്രിബ്യൂണൽ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള സർക്കാരിന്റെ ഹർജിയിൽ ഹൈക്കോടതി വിധി പറയുകയാണ്. ആ വിധി റീനയ്ക്ക് അനുകൂലമാണെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാരണം ഇക്കാര്യത്തിൽ ഏറ്റവും ശക്തമായി നിലപാടെടുത്തത് ആരോഗ്യമന്ത്രിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് തുരപ്പൻ പണി ചെയ്യുന്നവരാരും സർവീസിലുണ്ടാവില്ല, സർക്കാരിന്റെ ഭാഗമായി ഉണ്ടാകില്ല എന്നൊരു നിലപാട്, ആ പദവിയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് വളരെ കൃത്യമായി ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാകുന്ന കർശന നിർദ്ദേശം ആരോഗ്യമന്ത്രി മുന്നോട്ട് വെക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലം നിൽക്കുന്നു. മാത്രമല്ല പ്രതിപക്ഷ പാർട്ടിയിലെ ചില നേതാക്കൾ തന്നെ ഈ സർക്കാരിന്റെ തീരുമാനത്തെ, മുരളീധരന്റെ തീരുമാനത്തെ അംഗീകരിക്കുകയൊക്കെ ചെയ്തു നമ്മൾ കണ്ടതാണ്. അതേസമയം തന്നെ പ്രതിപക്ഷം ഉയർന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയധികം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ ഇങ്ങനൊരു നീക്കം എന്തിനാണ് എന്നുള്ളതാണ്. ഏകോപനത്തിലെ വലിയ പോരായ്മ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് സർക്കാരിനും നേരത്തെ ബോധ്യപ്പെട്ടതാണ്. കാരണം ആരോഗ്യമന്ത്രി പറയുന്ന കാര്യങ്ങളായിരുന്നില്ല പല സമയത്തും കളക്ടർമാരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് തമ്മിൽ ചില അന്തരമുണ്ടാകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നടപടി ഉണ്ടായതെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഉദ്യോഗസ്ഥർ രണ്ടുപേരും, അതായത് താൽക്കാലിക ചുമതല നൽകിയ ആളും അതുപോലെ തന്നെ റീനയും ഒരേ ഓഫീസിൽ തുടരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും ഈ കാര്യത്തിൽ, അതായത് ട്രിബ്യൂണൽ നൽകിയ ഈ 2 ആഴ്ചത്തെ സമയം ഹൈക്കോടതി തുടർന്ന് നൽകാൻ തീരുമാനിച്ചാൽ സർക്കാരിനെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. മറിച്ചുള്ള നീക്കമാണെങ്കിൽ നിയമപോരാട്ടം തുടരും എന്ന് തന്നെയാണ് റീനയും വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്രീജ. ശരി പ്രശാന്ത്, എന്തായാലും ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ സ്ഥലം മാറ്റ വിഷയത്തിൽ സർക്കാരിനും ഒപ്പം റീനയ്ക്കും ഇന്ന് നിർണായകമായൊരു ദിനം തന്നെയാണ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു കെ പ്രശാന്ത്. കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിമിശാപ്പടിയിലെ 38-ാം നമ്പർ ദുരൂഹ കല്ലറ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അന്വേഷണ സംഘം ഉടൻ തുറക്കും. 2006-ലും 2015-ലും മൃതദേഹങ്ങൾ സംസ്കരിച്ച കല്ലറയിൽ 3ാമതൊരു മൃതദേഹം കൂടി ഉണ്ടെന്നാണ് സംശയം. ഇതിനിടയിൽ സിജോസ് കറിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്തേക്കും. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, ഈ പറഞ്ഞതുപോലെ സിജോയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ഈ കല്ലറയ്ക്ക് ബന്ധമുണ്ടോ എന്നുള്ളൊരു കാര്യം, അതുമായി ബന്ധപ്പെട്ട നിർണായകമായൊരു ദിനം തന്നെയാണിന്ന്. DNA പരിശോധനയൊക്കെ നടത്താനായിട്ടുള്ള ഒരുക്കം ഉണ്ട്. ഒപ്പം തന്നെ ശക്തമായൊരു സുരക്ഷയും ആ ഭാഗത്തൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, ഈ സിജോയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകളുണ്ട്, ഈ സംശയങ്ങളുണ്ട്. ഈ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് പള്ളി അധികൃതരും ബന്ധപ്പെട്ട സിജോയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഈ കല്ലറയ്ക്ക് സുരക്ഷ നൽകാത്തതിൽ കടുത്ത വിമർശനം ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ മുഴുവൻ സമയവും ഇത്തരത്തിൽ കല്ലറയ്ക്ക് സുരക്ഷ ഒരുക്കാൻ തീരുമാനിച്ചത്. അതിനു മുമ്പ് ഈ നാട്ടുകാരാണ് ഈ കല്ലറയ്ക്ക് സുരക്ഷ തീർത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഒരു പോലീസ് സംവിധാനം ഇടപെടേണ്ട രീതിയിലല്ല ഇടപെട്ടത്. പക്ഷേ ആളുകളുടെ നിർബന്ധത്തിനൊടുവിൽ പോലീസിന് വഴങ്ങേണ്ടി വരുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് കാണാൻ സാധിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. വിപുലമായ ഒരു സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. എങ്ങനെ ആ ഒരു കല്ലറയ്ക്കുള്ളിൽ അസ്വാഭാവികമായ ഒരു വസ്തു പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും അവ്യക്തത തുടരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു തിരോധാന കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്നതും അതാണ് അന്വേഷണ പരിധിയിൽ വരുന്നതും. എന്തായാലും നടപടിക്രമങ്ങൾ ഉടൻ തന്നെ പൂർത്തീകരിച്ച് കല്ലറ ഉടൻ തന്നെ തുറക്കാൻ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. അത്തരത്തിലൊരു നീക്കം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി, അതായത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇത്തരത്തിൽ FIR രജിസ്റ്റർ ചെയ്ത തുടർ നടപടികൾ ആരംഭിച്ചു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വ്യക്തമാക്കിയത്. മാത്രമല്ല ഇന്ന് ആദ്യമായി കണ്ട് ഇതിൽ എന്താണ് എന്നുള്ള കാര്യം പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ സിജോയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മുൻ വികാരിയിലേക്കും ഈ അന്വേഷണം നീളുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് 2019-22 കാലഘട്ടത്തിൽ വാണിയമ്പാറ ഇടവകയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു വികാരിയെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നീളുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വികാരിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രത്യേക ഈ അന്വേഷണ സംഘം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സിജോയുടെ തിരോധാനമാണ് ഇപ്പോൾ കൂടുതലായി അന്വേഷണ പരിധിയിലുള്ളത്. അതുമാത്രമല്ല ഈ കല്ലറ ഉടൻ തന്നെ തുറന്ന് പരിശോധിക്കാനുള്ള നടപടിക്രമങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് അല്ലെങ്കിൽ നാളെ
ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പേപ്പർ നടപടികൾ ഉടൻ പൂർത്തിയായാൽ അപ്പോൾ തന്നെ ഈ കല്ലറ പുറത്തിറക്കുകയും ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ നടത്താനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികാരികളെല്ലാം ഉള്ളത്. ഇന്നലെ പള്ളിയിൽ പ്രത്യേക യോഗം ചേർന്നതിന് ആ യോഗത്തിൽ ഇടപെടലുകളും വികാരി അച്ഛനും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട സംശയം ദൂരീകരിക്കപ്പെടണം. ഒരു സംശയങ്ങൾക്കും ഇടവരുത്താൻ സാധ്യമല്ല. കാരണം ഇതൊരു വിശ്വാസി സമൂഹമാണ്. അവരെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എത്രയും വേഗം ഈ FIR രജിസ്റ്റർ ചെയ്യണമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അധികൃതർക്ക് ഇതുമായി ബന്ധപ്പെട്ട ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പരാതി ലഭിച്ചതാണ്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ ഒരു അലംഭാവം കാണിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്യാൻ ഇതുവരെയും അവർ തയ്യാറായിരുന്നില്ല. ചില മുട്ടായി ന്യായങ്ങൾ പറഞ്ഞ് ഈ കേസ് ഇല്ല, ഇങ്ങനത്തെ ഒരു കാര്യമില്ല, ഇത് ചെറിയ കൺഫ്യൂഷന്റെ അടിസ്ഥാനത്തിൽ വന്നു പോയ കാര്യമാണ് എന്ന് പറഞ്ഞൊതുക്കാനാണ് പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചത്. പക്ഷേ വികാരി അച്ഛൻ ഫാദർ ജിൽബർട്ട് കൊന്നയിൽ കൃത്യമായി പറഞ്ഞു ഈ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുടർ നടപടികൾ ഉണ്ടായിരുന്നത്. ഇന്നലെ യോഗത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എന്തായാലും ഉടൻ തന്നെ കല്ലറ തുറക്കും. ശരി ജോസഫ്, എന്തായാലും ആ ദുരൂഹത നീങ്ങേണ്ടതാണ്. അതിനായി ആ കല്ലറ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അന്വേഷണ സംഘം ഉടൻ തുറക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടി. ടെക്സസിലെ ഡാലസ് സ്റ്റേഡിയത്തിൽ നടന്ന ഗ്രൂപ്പ് ജെയിലെ ആവേശ പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഓസ്ട്രിയയെ പരാജയപ്പെടുത്തിയത്. ജർമ്മനിയുടെ ഇതിഹാസ താരം മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് തകർത്ത നായകൻ ലയണൽ മെസ്സിയുടെ ഇരട്ട ഗോളുകളാണ് അർജന്റീനയ്ക്ക് തകർപ്പൻ വിജയവും നോക്കൌട്ട് യോഗ്യതയും സമ്മാനിച്ചത്. മത്സരത്തിന്റെ 9ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി കിക്ക് പുറത്തേക്കടിച്ച് മെസ്സി ആരാധകരെ തുടക്കത്തിൽ നിരാശപ്പെടുത്തി. എന്നാൽ 38ാം മിനിറ്റിൽ ഫെക്കൻഡോ മെദീനയുടെ ക്രോസിൽ നിന്ന് തകർപ്പൻ ഗോളിലൂടെ മെസ്സി അർജന്റീനയെ മുന്നിലെത്തിച്ചു. ഈ ഗോളോടെ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് മെസ്സി തകർത്തു. പിന്നീട് മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ കൗണ്ടർ അറ്റാക്കിലൂടെ 2ാം ഗോളും നേടി മെസ്സി തന്റെ ലോകകപ്പ് ഗോൾ നേട്ടം 18 ഉയർത്തി. ലോകകപ്പ് ഗ്രൂപ്പ് ഐയിൽ ഇറാഖിനെതിരല്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഫ്രാൻസിന്റെ തകർപ്പൻ ജയം. കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടി. ഉസ്മാൻ ഡെംബലയുടെ വകയാണ് 3ാം ഗോൾ. ജയത്തോടെ ഫ്രാൻസ് നോക്കൌട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. എംബാപ്പെ തന്റെ 100ാം അന്താരാഷ്ട്ര മത്സരത്തിലാണ് ഇരട്ട ഗോൾ നേട്ടം കൈവരിച്ചത്. 16 കളികളിൽ നിന്ന് 16 ഗോളുകളാണ് എംബാപ്പെ അടിച്ചുകൂട്ടിയത്. ഇതോടെ ഗോൾ വേട്ടയിൽ മെസ്സിക്ക് പിന്നിലായി ക്ലോസയ്ക്കൊപ്പം എംബാപ്പെ എത്തിയിരിക്കുകയാണ്. മഴയെ തുടർന്ന് ആദ്യ പകുതിക്ക് ശേഷം മത്സരം 2 മണിക്കൂറോളം നിർത്തിവെച്ചിരുന്നു. ലോകകപ്പിൽ ഇന്ന് ഗ്രൂപ്പ് ജെയിൽ ജോർദാൻ അൾജീരിയയെ നേരിടും. രാവിലെ 8:30 സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയ സ്റ്റേഡിയത്തിലാണ് മത്സരം. നോക്കൌട്ട് സാധ്യതകൾ നിലനിർത്താൻ ഇറങ്ങുന്ന ഇരു ടീമുകൾക്കും മത്സരം നിർണായകമാണ്. രാത്രി 10:30 ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം നടക്കും. ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ കോങ്കോയോട് സമനില വഴങ്ങിയാണ് പോർച്ചുഗൽ ഇന്ന് ഇറങ്ങുന്നത്. കൊളംബിയയോട് ആദ്യ മത്സരത്തിൽ 1-3 പരാജയപ്പെട്ട ഉസ്ബെക്കിസ്ഥാന് ഗ്രൂപ്പിൽ മുന്നിലെത്താൻ ഇന്നത്തെ ജയം അനിവാര്യമാണ്. മറ്റു വാർത്തകളിലേക്ക്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ അന്തിമഘട്ട ചർച്ചകൾക്കായി US വ്യാപാര പ്രതിനിധി ജാമീസൺ ഗ്രീർ ഡൽഹിയിലെത്തി. ഇന്നും നാളെയുമാണ് ചർച്ച. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പങ്കെടുക്കുന്ന മന്ത്രിതല ചർച്ചയും നടക്കും. അമേരിക്കയിൽ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങളടക്കം കുറഞ്ഞ തീരുവയിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനായുള്ള വ്യാപാര കരാറിന്റെ അന്തിമഘട്ട ചർച്ചകൾ നടക്കും. വിപണി പ്രവേശനം, താരിഫ് കുറയ്ക്കൽ, കാർഷിക ഡിജിറ്റൽ വ്യാപാരം എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. G7 ഉച്ചകോടിക്കിടെ നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്യാപാര ചർച്ചകൾ വേഗത്തിലാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ട്രംപും തമ്മിൽ ധാരണയായിരുന്നു. കാർഷികോൽപ്പന്നങ്ങൾ, ഊർജം, പ്രതിരോധ ഉപകരണങ്ങൾ, വിമാനങ്ങളും വിമാനഭാഗങ്ങളും, ഡിജിറ്റൽ സേവനങ്ങൾ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിലാണ് പ്രധാനമായും ചർച്ച നടക്കുക. ലോകകപ്പ് വിശേഷത്തിലേക്ക് വരുമ്പോൾ ഇടയ്ക്കൊരു വാർത്ത കയറിയെങ്കിലും ലോകകപ്പ് ആവേശം തീരുന്നില്ല. ആ ഒരു വാർത്തയിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. ലോകകപ്പ് ആവേശം കൊടുമുടിയിൽ നിൽക്കുമ്പോൾ പല തരത്തിലുള്ള ആരാധനകൾ നാം കണ്ടു കഴിഞ്ഞു. എന്നാൽ അർജന്റീനയുടെ കടുത്ത ആരാധകനായ തൃശൂർ മുണ്ടൂർ സ്വദേശി തരകൻ ജോയ് തങ്ങളുടെ ടീമിനോടുള്ള സ്നേഹം കാണിച്ചത് വ്യത്യസ്തമായിട്ടാണ്. തങ്ങളുടെ പൊന്നോമനകളായ വാർത്തകളുടെ മേൽ നീലയും വെള്ളയും നിറത്തിലുള്ള ചായം പൂശിയാണ് ജോയ് ടീമിനോടുള്ള ആരാധന കാണിച്ചത്.
കായിക പ്രേമികളെ സംബന്ധിച്ച ഓരോ ലോകകപ്പും അവരവരുടെ ടീമുകളോടുള്ള ആരാധനയും പ്രതീക്ഷയും സ്നേഹവും പങ്കുവയ്ക്കാനുള്ള അവസരമാണ്. ഇഷ്ടപ്പെട്ട ടീമുകളുടെയും കളിക്കാരുടെയും ചിത്രങ്ങൾ പതിപ്പിച്ച കട്ടൗട്ടുകളും ഫ്ലക്സുകളും വാഹനങ്ങളുമെല്ലാം നാം കണ്ടു കഴിഞ്ഞു. എന്നാൽ വർഷങ്ങളായി അർജന്റീനയുടെയും മെസ്സിയുടെയും കട്ട ഫാനായ തരകൻ ജോയ് ഇവരിൽ നിന്നുമെല്ലാം വ്യത്യസ്തരാണ്. തങ്ങളുടെ അരുമകളായ വാർത്തകളെ അർജന്റീനൻ പതാകയുടെ നീലയും വെള്ളയും നിറം പൂശിയാണ് ടീമിനോടുള്ള സ്നേഹം ജോയ് കാഴ്ചവെച്ചത്. എല്ലാവരും ഈ വീടുമ്പോൾ പെയിൻ്റ് അടിക്കണു, വാഹനത്തുമ്മ പെയിൻ്റ് അടിക്കണു, ചെടി ചട്ടിമ്മ പെയിൻ്റ് അടിക്കണു. അപ്പം നമുക്കൊരു മനസ്സിലൊരു ആശയം തോന്നി, ഇതിൻ്റെ മുകളിൽ അർജൻറ്റീനയുടെ പതാകയുടെ ഒരു ചിഹ്നം കളറടിക്കാൻ. അങ്ങനെ എനിക്ക് ആശയം വന്നത്. ഞാൻ ചെറുപ്പം മുതൽക്ക് കളി കാണാറുണ്ട്. അങ്ങനെ ആരാധന തന്നെയാണ്, മെസ്സിനൊക്കെ വലിയ താല്പര്യം. വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന താൽക്കാലിക പെയിന്റാണ് ഇവർ ഇതിനായി ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ വാർത്തകളുടെ ആരോഗ്യത്തിന് യാതൊരുവിധ ദോഷവും വരില്ലെന്ന് ജോയ് പറയുന്നു. ഇത് വാട്ടർ പെയിൻറ്റ്, ഇത് അവിടെ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് തന്നെ പോവും, മഴ കൊണ്ടാലും വെള്ളത്തിൽ ടാങ്കിൽ പോയി കിടക്കുമ്പോൾ തന്നെ പോകും. ജോയിയുടെ കളിഭ്രാന്തിന് പൂർണ്ണ പിന്തുണയാണ് ഭാര്യ പ്രിൻസിയും നൽകിക്കൊണ്ടിരിക്കുന്നത്. ജോയിയും പ്രിൻസിയും ഒരുമിച്ചിരുന്നാണ് വേൾഡ് കപ്പ് കാണുന്നതും. തൻ്റെ ഭർത്താവിൻ്റെ ഈ പുത്തനാശയത്തെ സന്തോഷത്തോടെയാണ് പ്രിൻസിയും ഏറ്റെടുത്തത്. മറ്റുള്ളവരൊക്കെ വീടുമ്പിലും ചട്ടി അങ്ങനെയൊക്കെയുള്ള പെയിൻറ് ചെയ്യണേ. അപ്പോൾ ജീവനുള്ളൊരു പക്ഷിയുടെ മേലെ വരയ്ക്കാനാൾ തീരുമാനിച്ചു. അങ്ങനെ ഒരു ഐഡിയ ചെയ്തു. ആൾക്കാരൊക്കെ വന്നിട്ട് ഫോട്ടോ എടുത്ത് പോകാറുണ്ട്, ഭയങ്കര നന്നായിട്ടുണ്ട് എന്നൊക്കെ ഫോൺ വിളിച്ചും കണ്ടവരൊക്കെ അങ്ങനെ അഭിപ്രായം പറയാറുണ്ട്. ഇപ്പോൾ ഈ അർജന്റീനൻ താറാവുകൾ അരിമ്പൂർ നിവാസികളുടെ പ്രധാന ആകർഷണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നാട്ടുകാരും വഴിയാത്രക്കാരും ഇവയുടെ ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ തടിച്ചുകൂടുകയാണ്. ഈ അപൂർവ കാഴ്ച ഫുട്ബോളിനോടുള്ള ജോയിയുടെ സ്നേഹത്തിന്റെ വേറിട്ടൊരു മുഖമാണ് കാണിച്ചു തരുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. കളിസ്നേഹം അങ്ങനെ നിറയുകയാണ്. ഈ വള്ളംകളി ആരാധകർക്കായിട്ടൊരു വാർത്ത വരികയാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ തീയതിയിൽ മാറ്റമില്ല കേട്ടോ. ഇത്തവണ നടക്കുന്ന 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റ് 22 തന്നെ നടത്താൻ തീരുമാനമായിരിക്കുകയാണ്. നേരത്തെ തീയതി സംബന്ധിച്ച ആശങ്കകൾ നിലനിന്നിരുന്നുവെങ്കിലും NTBR സൊസൈറ്റിയുടെ ആദ്യ ജനറൽ ബോഡി യോഗത്തിൽ പഴയ തീയതി തന്നെ മത്സരം നടത്താൻ തീരുമാനമെടുക്കുകയായിരുന്നു. ഇത്തവണ 6 കോടി രൂപയുടെ ബജറ്റാണ് വള്ളംകളിയുടെ നടത്തിപ്പിനായി വകയിരുത്തിയത്. ഈ വർഷത്തെ 72ാമത് നെഹ്റു ട്രോഫി ജലമേള മുൻ നിശ്ചയിച്ചത് പ്രകാരം ആഗസ്റ്റ് 22 നടത്താൻ തീരുമാനമായി. എംപിമാരായ KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 6,04,70,000 രൂപയുടെ ബജറ്റിൽ 3.5 കോടി രൂപ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തും. 1 കോടി രൂപ സംസ്ഥാന ടൂറിസം ഗ്രാൻറ്റും 50 ലക്ഷം രൂപ കേന്ദ്ര ടൂറിസം ഗ്രാൻറ്റും പ്രതീക്ഷിക്കുന്നുണ്ട്. ടിക്കറ്റ് വിൽപ്പനയിലൂടെ 90 ലക്ഷം രൂപയും ആങ്കറിംഗ് ചാർജായി 10 ലക്ഷം രൂപയും പ്രതീക്ഷിക്കുന്നു. 1.65 കോടി രൂപയാണ് ബോണസിനായി മാറ്റിവെച്ചിട്ടുള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റിക്ക് 60 ലക്ഷവും 2024-25 മെയിൻ്റനൻസ് ഗ്രാൻറ്റിനത്തിൽ 36 ലക്ഷവും കൾച്ചറൽ കമ്മിറ്റിക്ക് 15 ലക്ഷവും പബ്ലിസിറ്റിക്ക് 9 ലക്ഷവും പ്രൈസ് മണിക്ക് 8.25 ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട്. വള്ളംകളി ഉദ്ഘാടന ചടങ്ങിലേക്ക് മുഖ്യാതിഥികളെ കണ്ടെത്താനായി ജില്ലാ കളക്ടറെയും ചുമതലപ്പെടുത്തി. പ്രവേശന ടിക്കറ്റ് നിരക്ക് മാറ്റമില്ലാതെ തുടരാനും സ്പോൺസർഷിപ്പിന് ടെൻഡർ ക്ഷണിക്കാനും യോഗം തീരുമാനിച്ചു. സബ് കമ്മിറ്റികളുടെ രൂപീകരണത്തിന് അതത് കമ്മിറ്റികളുടെ കൺവീനർമാരെയും ഇന്റേണൽ ഓഡിറ്റ് കമ്മിറ്റി രൂപീകരണത്തിന് ഇന്റേണൽ ഓഡിറ്റ് കമ്മിറ്റി കൺവീനറെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ. രാഹുൽ സദാശിവന്റെ പുതിയ ചിത്രം പ്രഖ്യാപിച്ചതോടെ വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ് ഒടിയനും ഒടിവിദ്യയും. ഒരു കാലത്ത് പാലക്കാടിന്റെ ഗ്രാമവീഥികളിൽ ഭയത്തിന്റെയും ദുരൂഹതയുടെയും പ്രതീകമായിരുന്നു ഒടിയൻ. രാത്രിയുടെ നിശബ്ദതയിൽ രൂപം മാറി സഞ്ചരിക്കുന്ന അത്ഭുത ശക്തിയുള്ള മനുഷ്യനെന്ന വിശ്വാസം. തലമുറകളിലൂടെ കൈമാറപ്പെട്ട ഈ കഥകൾ ഇന്നും നാട്ടുകഥകളിലൂടെയും ഓർമ്മകളിലൂടെയും ജീവിക്കുകയാണ്. പകലിന്റെ വെളിച്ചത്തിൽ മനോഹരമായിരുന്നു ആ ഗ്രാമവഴികൾ. പക്ഷേ സൂര്യൻ അസ്തമിച്ചാൽ അവിടെ മാറും. നിശബ്ദത നിറഞ്ഞ വഴികൾ, കാറ്റിന്റെ ശബ്ദത്തിനൊപ്പം പടരുന്ന ചില ഭയപ്പെടുത്തുന്ന കഥകൾ. യക്ഷിയും മാടനും മറുതയും നിറഞ്ഞ ആ പഴയ രാത്രിക്കഥകളിൽ ഏറ്റവും ഭയാനകമായ ഒരു പേരുകൂടി ഉണ്ടായിരുന്നു, ഒടിയൻ.
മറവിൽ രൂപം മാറിയെത്തുന്ന ഒരാൾ. ഒരിക്കൽ മൃഗമായി, മറ്റൊരിക്കൽ ഭീകരരൂപമായി. വഴിയാത്രക്കാരെ ഭയപ്പെടുത്തുകയും ശത്രുക്കളെ വകവരുത്തുകയും ചെയ്തിരുന്നുവെന്ന് പഴയ തലമുറ വിശ്വസിച്ചിരുന്ന ഒരു അദൃശ്യ ശക്തി. കേരളത്തിന്റെ നാടോടിക്കഥകളിൽ ഒടിയന്മാർക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. മന്ത്രവാദവും രൂപമാറ്റവും ഒടിവിദ്യയും അറിയുന്നവരായിരുന്നു ഇവരെന്നാണ് വിശ്വാസം. പാലക്കാടൻ ഗ്രാമങ്ങളിലെ കരിമ്പനക്കാടുകളും വിജനമായ പാടവരമ്പുകളും നിലാവില്ലാത്ത രാത്രികളും ഒടിയൻ കഥകൾക്ക് ഏറ്റവും അനുയോജ്യമായ പശ്ചാത്തലങ്ങളായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ഒരു കാലടി ശബ്ദം, അകലെ ഒരു രൂപം, അടുത്തെത്തുമ്പോൾ മനുഷ്യനല്ലെന്ന് തിരിച്ചറിയുന്ന ഭയം. ഇതെല്ലാം ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിലെ മനുഷ്യരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്ന ഭീതിയായിരുന്നു. ശത്രുക്കളെ ഭയപ്പെടുത്താനും പ്രതികാരം ചെയ്യാനും ഒടിയന്മാരെ ഉപയോഗിച്ചിരുന്നുവെന്ന കഥകളും പ്രചരിച്ചിരുന്നു. എന്നാൽ ഒടിയൻ എന്ന സങ്കല്പത്തിന് പിന്നിൽ യാഥാർത്ഥ്യത്തെക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നത് മനുഷ്യരുടെ ഭയവും വിശ്വാസങ്ങളുമായിരുന്നു. പുഴുക്കളെ ഇട്ട് കൊടുത്തിട്ട് ആ കഞ്ഞി കുടിക്കാൻ പറയും. അത് അറപ്പില്ലാതെ കുടിച്ചാൽ അവൻ ഒടിമറയാനുള്ള യോഗ്യത നേടി എന്നാണ് അറിയാം. എന്നിട്ട് ഈ മൂത്ത ആൾ, ഇയാൾക്ക് ഈ കഞ്ഞി കൊടുത്ത ആൾ ഈ പറഞ്ഞ ഒരു പച്ചില മരുന്നും ഈ ഭ്രൂണത്തിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു മരുന്നും കൂടി കൂട്ടിച്ചേർത്തിട്ട് അത് ഈ ചെവിയിൽ വെച്ച് കൊടുക്കും. എന്നിട്ടാണ് ഇയാളെ വിടുക. അപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മൃഗമായി മാറാൻ പറ്റും. പശു ആവാം, ആടാവാം, പോത്താവാം, അങ്ങനെയൊക്കെ ആവും. അപ്പോൾ അതിന് പക്ഷേ ഏതെങ്കിലും ഒരു അവയവം ഉണ്ടാവില്ല എന്നാണ് നാടോടി മുത്തശ്ശി കഥകളിലൂടെ പ്രചരിക്കുന്ന ഒരു സംഭവം. ഒടിയനെ കുറിച്ചുള്ള ഏറ്റവും ഭയാനകമായ വിശ്വാസങ്ങളിൽ ഒന്നായിരുന്നു ഗർഭിണികളെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ. ഒടിമരുന്ന് തയ്യാറാക്കുന്നതിനായി ചിലർ ക്രൂരമായ ആചാരങ്ങൾ നടത്തിയിരുന്നുവെന്നും അതിനായി ഗർഭിണികളെ ലക്ഷ്യമിട്ടിരുന്നുവെന്നും പറയുന്ന കഥകൾ തലമുറകളിലൂടെ കൈമാറപ്പെട്ടു. കാലം മാറി, രാത്രികളെ കീഴടക്കി വൈദ്യുതി വിളക്കുകൾ എത്തി. ഇതോടെ ഇരുട്ടിനെ മറയാക്കി രാത്രിയിൽ വിഹരിച്ചിരുന്ന ഒടിയന്മാർക്ക് വിരാമവും. യാഥാർത്ഥ്യവും മിത്തും ഭയവും വിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പുകൾ ചോദ്യം ചെയ്യുന്ന ഒടിയന്റെ കഥ കാലം മാറിയാലും മനുഷ്യ മനസ്സുകളിൽ ഇപ്പോഴും ഒരു കൗതുകമായി തുടരുകയാണ്. ശ്രീകുമാർ മേനോന് ശേഷം ഒടിയന്റെ കഥയുമായി സംവിധായകൻ രാഹുൽ സദാശിവൻ എത്തുമ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ എങ്ങനെയാണ് ഒടിയനെ അവതരിപ്പിക്കുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണിനി. ക്യാമറാമാൻ സുനിലിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, പാലക്കാട്. ദേശീയ ഡാം സുരക്ഷാ പരിശോധനാ സമിതിയിൽ നിന്ന് കേരളത്തിന്റെ പ്രതിനിധിയെ ഒഴിവാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ആവശ്യം. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ നിഷ്പക്ഷ വിദഗ്ധരടങ്ങിയ കമ്മിറ്റിയിൽ നിന്നാണ് കേരള പ്രതിനിധിയായി നിശ്ചയിച്ച ടി.കെ. ശിവരാജനെ ഏകപക്ഷീയമായി നീക്കിയത്. സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച 3 പേരിൽ നിന്ന് കേന്ദ്ര ജലകമ്മീഷൻ മുൻ ചീഫ് എഞ്ചിനീയർ കൂടിയായ ശിവരാജനെ തെരഞ്ഞെടുത്തത് NDSA തന്നെയാണ്. കേരളത്തിന്റെ പ്രതിനിധിയെ ഒഴിവാക്കിയെങ്കിലും തമിഴ്നാട് പ്രതിനിധി സമിതിയിൽ തുടരുകയാണ്. ഈ നടപടി മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാനത്തിന് തിരിച്ചടിയാകുമെന്ന് സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് പറഞ്ഞു. ഡാമുകളുടെ എല്ലാം ഏകോപനവും മുഴുവൻ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ കീഴിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഇരുട്ടടി എന്ന പോലെ നമ്മുടെ അംഗത്തെ മാറ്റുകയും തമിഴ്നാട് എതിർക്കുകയും കേരളം ഈ വിഷയത്തെ നിശബ്ദമായി കാണുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തീരത്തുള്ള ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. നമുക്ക് കൈവിട്ട ഈ ഭാഗ്യം നഷ്ടപ്പെടുത്തിയാൽ ഒരു കാരണവശാലും നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് കരകയറുവാൻ കഴിയില്ല എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ ഖേദകരമാണ്. കേരളം സമഗ്രമായ വിഷയത്തിൽ ഇടപെടണം. പ്രതിനിധിയെ മാറ്റുമ്പോൾ അതിന്റെ കാരണങ്ങൾ സംസ്ഥാനത്തെ അറിയിക്കേണ്ടതാണ്. പുതിയ ആളെ നിശ്ചയിക്കേണ്ടത് കേരള സർക്കാർ ആയിരുന്നു. എന്നാൽ NDSA തന്നെയാണ് പ്രതിനിധിയെ നിശ്ചയിച്ചത്. മുല്ലപ്പെരിയാറിൽ നിഷ്പക്ഷ വിദഗ്ധരടങ്ങിയ സംഘം പരിശോധന നടത്താനിരിക്കെ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ നടപടി കേരളത്തിന് തിരിച്ചടിയാകുമെന്നാണ് ആശങ്ക. അമൃത ന്യൂസ്, ഇടുക്കി. ശബരിമല തിരുവാഭരണ പാതയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനായി റവന്യൂ വകുപ്പ് നടപടികൾ പുനരാരംഭിച്ചു. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാനുള്ള ഈ നീക്കം ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ ദീർഘകാല പോരാട്ടത്തിന്റെ വിജയമാണെന്ന് തിരുവാഭരണ പാത സംരക്ഷണ സമിതി പ്രതികരിച്ചു. റാന്നി തഹസീൽദാരുടെ അറിയിപ്പ് ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും സമിതി വ്യക്തമാക്കുന്നുണ്ട്. വർഷങ്ങളായുള്ള നിയമപോരാട്ടങ്ങൾക്കും ജനകീയ ഇടപെടലുകൾക്കുമൊടുവിൽ തിരുവാഭരണ പാതയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ വീണ്ടും ഊർജിതമാകുന്നു. റാന്നി താലൂക്കിൽ ഒഴിപ്പിക്കൽ നടപടികൾ പുനരാരംഭിച്ചതായി തഹസീൽദാർ അറിയിച്ചതോടെ വലിയ പ്രതീക്ഷയിലാണ് ഭക്തജനങ്ങളും തിരുവാഭരണ പാത സംരക്ഷണ സമിതിയും. 1986 ആരംഭിച്ച സമരങ്ങൾ 2009 സമിതി രൂപീകരിച്ചതോടെയാണ് കൂടുതൽ സംഘടിതമായത്. അന്നത്തെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നടത്തിയ സർവേയിൽ കോഴഞ്ചേരി, റാന്നി താലൂക്കുകളിലായി 43 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ 485 കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ വിവിധ നിയമക്കുരുക്കുകൾ കാരണം ഒഴിപ്പിക്കൽ നീണ്ടുപോവുകയായിരുന്നു.
പല സ്ഥലത്തും കയ്യേറ്റം ഒഴിപ്പിച്ചിട്ടുണ്ട്. അവിടെ നല്ല ടാറിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാക്കി നല്ല ഹൈവേ പോലെ തീർത്ത സ്ഥലങ്ങളും ഇതിനിടയ്ക്കുണ്ട്. അതും നമ്മൾ വിസ്മരിച്ചുകൂടാ. പക്ഷേ കയ്യേറ്റങ്ങൾ ഏതാണ്ട് ഒരു 75% ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത് തന്നെയുമല്ല, 20 മീറ്റർ വീതിയുള്ള ഒരു സ്ഥലത്തെ 5 മീറ്ററാണ് ഒഴിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ യാത്രാ സൗകര്യമുണ്ട്. പക്ഷേ ഈ ബാക്കിയുള്ള 15 മീറ്റർ ഇപ്പോഴും ഒഴിയാതെ കിടക്കുമ്പോൾ ഭക്തജനങ്ങൾ ഇത് തിരിച്ചറിയുന്നില്ല. ഇതിന്റെ കല്ലെവിടാണ്, അല്ലെ ഇതിന്റെ അതിരെവിടാണ് എന്ന് തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒഴിപ്പിക്കുന്ന സമയത്തെ ഇതിന്റെ ഗൗരവം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. തുടർന്ന് സമിതി ഹൈക്കോടതിയെ സമീപിക്കുകയും നിയമാനുസൃതമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ കോടതി കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു. നോട്ടീസ് നൽകിയ ശേഷം മാത്രമേ ഒഴിപ്പിക്കാവൂ എന്ന കോടതി നിർദ്ദേശം മറയാക്കി ചിലർ നടപടികൾ വൈകിപ്പിച്ചെങ്കിലും ഒടുവിൽ ഭക്തരുടെ 39 വർഷത്തെ നിരന്തര പോരാട്ടം ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. ഏതാണ്ട് 17ഓളം കയ്യേറ്റക്കാര്, ആറന്മുള സ്ഥലത്തുള്ള ആളുകൾ ഉൾപ്പെടെ 17ഓളം കയ്യേറ്റക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയും അവരുടെ വാദം കേൾക്കാൻ വേണ്ടി ഹൈക്കോടതി തയ്യാറാവുകയും ഇവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് കയ്യേറ്റമാണ് അല്ലെങ്കിൽ ഇത് പുറമ്പോക്കാണ് എന്ന് അറിയാതാണ് ഞങ്ങളുടെ കൈവശം ഇരുന്നത്, ഞങ്ങൾക്ക് പ്രത്യേകമായി നോട്ടീസ് തന്നിട്ടില്ല, അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒഴിഞ്ഞു മാറാനുള്ള അസൗകര്യമുണ്ട്, ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് കൃത്യമായി അറിയണമെന്ന് പറഞ്ഞപ്പോൾ കോടതി തന്നെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു പൂർണ്ണമായിട്ടും അവർക്ക് അവരുടെ തെളിവ് സഹിതം അവരുടെ എല്ലാ രേഖകളും സമർപ്പിച്ചുകൊണ്ട് ഒഴിയാനുള്ള നോട്ടീസ് കൊടുക്കണം എന്ന് പറഞ്ഞ് പൂർണ്ണമായും തിരുവാഭരണപ്പാതയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇട്ടത്. കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിച്ച് തിരുവാഭരണപാതയുടെ പൊതുസ്വഭാവം നിലനിർത്താൻ റവന്യൂ, ദേവസ്വം അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഭക്തരുടെ ആവശ്യം. തിരുവാഭരണപാതയുടെ പവിത്രത നിലനിർത്തുന്നതിനൊപ്പം വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് കൃത്യമായ പുനരധിവാസം കൂടി ഉറപ്പാക്കിക്കൊണ്ടുള്ള നടപടികളാണ് വേണ്ടതെന്നാണ് ഭക്തരുടെ ആവശ്യം. ക്യാമറമാൻ രതീഷ് മടവശ്ശേരിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. ഈ വെള്ളവും വൈദ്യുതിയൊക്കെ പോലെ ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനമായി വേണ്ട ഒന്ന് തന്നെയാണ് വീട്. അതില്ലാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഒരുപാടിടത്തായിട്ട് തന്നെ ഉണ്ട്. എന്തായാലും സർക്കാർ ഭവന പദ്ധതിയിൽ വീട് ലഭിക്കേണ്ട കുടുംബം വർഷങ്ങളായി കഴിയുന്നത് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന പൊട്ടിപ്പൊളിഞ്ഞ പുരയിൽ. കൊല്ലം കുണ്ടറ പെരുമ്പുഴയിലെ ഒരു വീട്ടമ്മയും 2 പെൺമക്കളും ദുരിതജീവിതം നയിക്കുന്നത് മഴയും ഇഴജന്തുക്കളും ഭീഷണിയാകുന്ന ഈ കെട്ടിടത്തിലാണ്. ഫണ്ട് അനുവദിച്ചിട്ടും നടപടിക്രമങ്ങളിലെ തടസ്സങ്ങൾ കാരണം പുതിയ വീട് ഇന്നും അവർക്കൊരു സ്വപ്നമാണ്. കുണ്ടറ പെരുമ്പുഴ വഞ്ചിമുക്കിൽ റഹീനയും 2 പെൺമക്കളുമാണ് ജീവൻ പണയം വെച്ച് ഈ പൊട്ടിപ്പൊളിഞ്ഞ പുരയിൽ കഴിയുന്നത്. 6 വർഷം മുൻപ് ഭർത്താവ് മരണപ്പെട്ടതോടെ കുടുംബത്തിന്റെ മുഴുവൻ ചുമതലയും റഹീനയുടെ ചുമലിലായി. 2 മുറികളും ഒരു ബാത്റൂമും മാത്രമുള്ള വീടിന്റെ ഭിത്തികൾ പല ഭാഗത്തും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. ബാത്റൂമിന്റെ മേൽക്കൂര തകർന്നു കിടക്കുന്നതിനാൽ മഴ പെയ്താൽ വെള്ളം നേരിട്ട് അകത്തേക്ക് വീഴും. വീട്ടിലെ ജനലുകൾക്കും വാതിലുകൾക്കും പകരം ചിതലെടുത്ത പ്ലൈവുഡ് കഷ്ണങ്ങളും ഫ്ലെക്സ് ബോർഡുകളുമാണ് മറയാക്കിയിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ സുരക്ഷിതമായി ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കുടുംബം. വീടിനുള്ളിൽ കട്ടിലിനടിയിൽ 2 തവണ മൂർഖൻ പാമ്പിനെ കണ്ടതായും കുടുംബം പറയുന്നു. സർക്കാരിന്റെ ഭവന പദ്ധതിയിൽ 4 വർഷം മുൻപ് ഫണ്ട് അനുവദിച്ചിരുന്നെങ്കിലും ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ചൂണ്ടിക്കാട്ടി വില്ലേജ് അധികൃതർ അനുമതി നൽകാത്തതാണ് നിർമ്മാണം മുടങ്ങാൻ കാരണമായത്. ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നുള്ള സമ്മതപത്രം ഹാജരാക്കിയിട്ടും കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ട് നടപടികൾ നീളുകയാണെന്ന് റഹീന ആരോപിക്കുന്നു. ഞാനും എന്റെ മക്കളും തെരുവിൽ ഇറങ്ങാനുള്ള അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഞാനാണെങ്കിൽ കൂലിപ്പണി ചെയ്ത് ഞാൻ അന്നന്ന് ജീവിക്കുന്നത്. എനിക്ക് വേറെ നിവൃത്തിയില്ല. എനിക്ക് വില്ലേജ് ഓഫീസർ എനിക്ക് നീതി എനിക്ക് വില്ലേജ് ഓഫീസർ തന്നേ പറ്റത്തോളൂ. എന്ന് വെച്ചാൽ എനിക്ക് വേറെ നിവൃത്തിയില്ല. ഒന്നുമില്ല, ഞാൻ എന്റെ മക്കളുമായിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള വക്കി ഞാൻ നിൽക്കുവാണ്. സ്വർണം പണയപ്പെടുത്തി സ്വന്തമാക്കിയ 3.5 സെന്റ് സ്ഥലത്ത് ഒരു സുരക്ഷിതമായ വീട് പണിയുക എന്നതാണ് ഈ കുടുംബത്തിന്റെ ഏക ആഗ്രഹം. പ്രായപൂർത്തിയായ 2 പെൺമക്കളുമായി അപകടാവസ്ഥയിലുള്ള ഈ പുരയിൽ കഴിയേണ്ടി വരുന്ന ദുരിതത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് റഹീനയും കുടുംബവും ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് വീടെന്നുള്ളൊരു സ്വപ്നം അത് സർക്കാർ യാഥാർത്ഥ്യമാക്കി കൊടുത്തേ തീരൂ. അതുതന്നെയാണ് നമുക്കും പറയാനുള്ളത്. എന്തായാലും ഒരു പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഹമ്പിനെ കുറിച്ചാണ് അടുത്ത വാർത്ത. ദേശീയപാതയിൽ കാസർഗോഡ് അരിക്കാടിയിൽ മാസങ്ങൾക്ക് മുൻപ് അടച്ചുപൂട്ടിയ താൽക്കാലിക ടോൾ പ്ലാസയ്ക്കായി ഒരുക്കിയ ഹമ്പ് തുടർച്ചയായ വാഹനാപകടങ്ങൾക്കിടയാക്കുകയാണ്. ഹമ്പ് നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമായിട്ടും കരാർ കമ്പനി അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. ഹമ്പിലിടിച്ച് 9 വാഹനാപകടങ്ങളാണ് ദേശീയപാതയിലെ കുമ്പള അരിക്കാടിയിൽ നടന്നത്.
കുമ്പള ആരിക്കാടിയിൽ സ്ഥാപിച്ചിരുന്ന താൽക്കാലിക ടോൾ ബൂത്ത് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് പ്രവർത്തനം അവസാനിപ്പിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും ദേശീയപാതയിൽ ഒരുക്കിയ ഹമ്പ് തുടർച്ചയായ വാഹനാപകടങ്ങൾക്ക് ഇടയാക്കുകയാണ്. വേഗ നിയന്ത്രണങ്ങൾക്കായി സ്ഥാപിച്ച ഹമ്പ് കാരണം 9 അപകടങ്ങളാണ് ഇവിടെ ആഴ്ചകൾക്കിടയിൽ ഉണ്ടായത്. ദേശീയപാതയിൽ മംഗലാപുരത്തേക്കുള്ള യാത്രയിൽ ഇങ്ങനെയൊരു ഹമ്പ് ഡ്രൈവർമാർ പ്രതീക്ഷിക്കുന്നില്ല. ഇത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ട് വാഹനങ്ങൾ ബ്രേക്ക് ചെയ്യുന്നതാണ് കൂട്ടിയിടിക്ക് ഇടയാക്കുന്നത്. കഴിഞ്ഞ ദിവസം വാനിന്റെ പിറകിൽ കാറിടിച്ച് 4 പേർക്ക് പരിക്കേറ്റിരുന്നു. ദേശീയപാതയിൽ അപകടങ്ങൾക്കിടയാക്കുന്ന ഹമ്പ് നീക്കം ചെയ്യണമെന്ന ആവശ്യമുയർന്നിട്ട് മാസങ്ങളായി. ഈ വണ്ടിയൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ ഹമ്പിന് ആംബുലൻസ് ഒക്കെ വരുമ്പോഴേക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊടുക്കാൻ പറ്റുന്നില്ല. ഈ ഹമ്പിനെ പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് മാറ്റി തന്നെങ്കിൽ അത്രയും സുഖം വണ്ടി കറക്റ്റായി കടന്നു പോകുന്നുള്ളതാണ്. വാഹനങ്ങൾ വളരെ ബുദ്ധിമുട്ടാണുള്ളത്. വലിയ വലിയ വണ്ടി പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. മഴ വരുന്ന സമയത്ത് ഹമ്പ് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ അതിനുള്ളൊരു പരിഹാരം കണ്ടെത്തണം. ദേശീയപാതയുടെ ഇരുഭാഗങ്ങളിലും അപകടക്കെണിയൊരുക്കി ഹമ്പുകളുണ്ട്. ടോൾ പ്ലാസ സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് മുൻപ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടായിരുന്നു. ഇത് പുനഃസ്ഥാപിക്കാത്തതിലും പ്രതിഷേധം ശക്തമാണ്. ദേശീയപാതയിലെ ആരിക്കാടിയിൽ ഹമ്പുകളും ഡിവൈഡറുകളും നീക്കം ചെയ്യാത്തത് തുടർച്ചയായ അപകടങ്ങൾക്കിടയാക്കുന്നത് നാട്ടുകാരിൽ വലിയ പ്രതിഷേധമുയർത്തുകയാണ്. ദിവസങ്ങൾ നീണ്ട ജനകീയ സമരത്തിന് ശേഷമാണ് ഇവിടെ താൽക്കാലിക ടോൾ ബൂത്ത് അടച്ചുപൂട്ടിയത്. മാസങ്ങൾ പിന്നിട്ടിട്ടും ഹമ്പുകൾ നീക്കം ചെയ്യാത്തത് വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുകയാണ്. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്. ഇടുക്കി വാഗമൺ വരാട്ടുമേട്ടിൽ വൻ ഭൂമി കയ്യേറ്റം. റവന്യൂ ഭൂമി കയ്യേറിയവർ റിസോർട്ടും കൃഷിയും നടത്തുകയാണ്. ജില്ലാ കളക്ടർ നൽകിയ സ്റ്റോപ്പ് മെമ്മോയും അവഗണിച്ചാണ് ഇവിടെ കയ്യേറ്റം. വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിനടുത്ത് ഏറ്റവും ആകർഷകമായ കാഴ്ച സമ്മാനിക്കുന്ന സ്ഥലമാണ് വരാട്ടുമേട്. പാലൊഴുകുംപാറ വെള്ളച്ചാട്ടവും മഞ്ഞുമൂടിയ മലനിരകളും വരാട്ടുമേടിനെ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നു. വിനോദസഞ്ചാര സാധ്യതകൾ മുൻകൂട്ടി കണ്ടാണ് ഇവിടെ ഭൂമാഫിയ വൻതോതിൽ ഭൂമി കയ്യേറുന്നത്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളവരാണ് കയ്യേറ്റക്കാർ. പരാതിയെ തുടർന്ന് പീരുമേട് MLA സിറിയക് തോമസ് സ്ഥലം സന്ദർശിച്ചു. റവന്യൂ ഭൂമി അത് ആര് കയ്യേറിയെങ്കിലും അത് സംസ്ഥാന സർക്കാർ അത് ഒഴിപ്പിച്ചിരിക്കും. നമുക്ക് ഇവിടെ ഈ വ്യൂ പോയിൻ്റ് ഒരു വളർന്നു വരുന്ന ഒരു പുതിയ ടൂറിസം ഡെസ്റ്റിനേഷനായി മാറിയിരിക്കുകയാണ്. സർക്കാർ തന്നെ ഇത് ഏറ്റെടുത്ത് ഇവിടെ ടൂറിസത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിക്കൊണ്ട് ഈ പ്രദേശം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഉയർത്തണമെന്നാണ് എൻ്റെ ഒരാവശ്യം. ഇവിടെ കുറച്ചുനാളായി ചിലർ ഭൂമി കയ്യേറുന്നുവെന്ന പരാതി ഉയർന്നിരുന്നു. പട്ടയഭൂമി വാങ്ങിയ ശേഷമാണ് സമീപമുള്ള റവന്യൂ ഭൂമി കയ്യേറുന്നത്. ഇവിടെ റിസോർട്ട് നിർമ്മാണവും തുടങ്ങി. 2 സ്വകാര്യ വ്യക്തികൾ ഇവിടേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്തതിനു ശേഷമാണ് ഭൂമി കയ്യേറിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നിർമ്മാണം നിർത്തിവെക്കുവാൻ കളക്ടർ ഉത്തരവിട്ടിരുന്നു. ഇത് അവഗണിച്ചാണ് നിർമ്മാണം തകൃതിയായി നടക്കുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. മഴ മാറിയിട്ടില്ല. മഴ മുന്നറിയിപ്പ് ഇന്നും 2 ജില്ലകളിൽ ഉണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 2 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കരുതുന്നത്. വ്യാഴാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടൽക്ഷോഭവും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്കും തുടരും. തെരഞ്ഞെടുപ്പിൽ ഇടതിന് ഇത്തവണ ഉണ്ടായ തോൽവി ആശങ്കയുണ്ടാക്കുന്ന വ്യതിയാനമെന്ന് ചിന്തയിൽ തുറന്നു പറഞ്ഞ CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ KK ശൈലജ. ഉറച്ചു നിന്നവർ ഇടതുപക്ഷത്തു നിന്ന് മാറിയെന്നും നേതാക്കളുടെ പ്രവർത്തന ശൈലി പരിശോധിക്കണമെന്നും അവർ ആവശ്യപ്പെടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അൻഫിൽ ഡിസൂസ ചേരുകയാണ്. അൻഫിൽറ്റ്, തോൽവിക്ക് പിന്നാലെ നേതൃത്വത്തെ കുറ്റപ്പെടുത്തി നിരവധി നേതാക്കളെത്തുന്നു. അതിൽ ഒടുവിലത്തെ പേര് KK ശൈലജ എന്നാണ്. എന്താണ് ചിന്തയിലെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ? ശ്രീജ, ചിന്ത മാറ്റിയതാണ് KK ശൈലജ ഒരു സ്വയം വിമർശനം, ആത്മവിമർശനം അല്ലെങ്കിൽ സ്വയം വിമർശനം എന്ന് പറയുമ്പോൾ ഇത് സ്വയം വിമർശനത്തെക്കാളേറെ ഒരു മുന്നറിയിപ്പാണ് പാർട്ടിക്ക് നൽകുന്നത് KK ശൈലജ. പ്രത്യേകിച്ച് നേതൃത്വത്തിന് നേരെ ഒരു മുന്നറിയിപ്പ് KK ശൈലജയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതായത് പല നേതാക്കളും അതിന് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പലരും പല മുന്നറിയിപ്പുകളും പല തുറന്നു പുറച്ചിലുകളും അല്ലെങ്കിൽ പല ആത്മവിമർശനങ്ങളും ഒക്കെ പലരും നടത്തിയിരുന്നു. ജനറൽ സെക്രട്ടറി MA ബേബി അടക്കം നമുക്കറിയാം മലപ്പുറത്തെ വേദിയിൽ അദ്ദേഹം ആത്മപരിശോധന നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അതിനേക്കാളപ്പുറത്ത് KK ശൈലജ കുറച്ചുകൂടിയൊക്കെ തുറന്ന രീതിയിലാണ് അത് KK ശൈലജയുടെ ലേഖനം ചിന്താവാരിക്കൽ വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ
മുൻകാലങ്ങളിൽ വലിയ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ കനത്ത തിരിച്ചടി പാർട്ടി നേരിട്ടിട്ടുണ്ട്. അതൊക്കെ തിരുത്തി വന്നിട്ടുമുണ്ട്. പക്ഷെ അന്നുണ്ടായതുപോലത്തെ സാഹചര്യമല്ല ഇപ്പോൾ. അതിനേക്കാൾ അതീവ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് ഈ പാർട്ടി ഇപ്പോൾ സംസ്ഥാനത്ത് കടന്നു പോകുന്നത്. കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകൾ, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഉണ്ടായിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ തുടർച്ചയായ 3 തെരഞ്ഞെടുപ്പുകളിൽ എന്തുകൊണ്ട് പാർട്ടി കനത്ത തോൽവി ഏറ്റുവാങ്ങിയത്? പഠിച്ചേ മതിയാവുകയില്ല, തിരുത്തലോ വരുത്തണം. മാത്രമല്ല, ഉറച്ച കോട്ടകളിൽ നിന്നാണ് പലരും, ഉറച്ച നേതാക്കൾ, ഇടതുപക്ഷത്തെ ഉറച്ച നേതാക്കൾ പലരും പാർട്ടി വിട്ടുപോകേണ്ടി വന്ന സാഹചര്യം. അതൊക്കെ നമുക്കറിയാം. കണ്ണൂരിലെ പയ്യന്നൂരായാലും തളിപ്പറമ്പിലായാലും ഉണ്ടായ വിമത നീക്കം, അതിനെ തന്നെയാണ് പരാമർശിച്ച് പറയുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടായപ്പോൾ അത് തിരുത്തി മുന്നോട്ട് പോകാൻ പാർട്ടി നേതൃത്വം തയ്യാറായി. നേതൃത്വത്തിന്റെ ശൈലിയിലും പെരുമാറ്റത്തിലുമൊക്കെ തന്നെ ഒരു പുനഃപരിശോധന ആവശ്യമാണ്. അത് പരിശോധിച്ചേ മതിയാകും. ശൈലിയും നേതൃത്വത്തിന്റെ ശൈലി എന്ന് എടുത്തു തന്നെ പറയുന്നുണ്ട്, പെരുമാറ്റത്തിൽ പോലും എന്ന രീതിയിൽ എടുത്തു പറയുന്നുണ്ട് കെ ശൈലജ. അപ്പൊ തീർച്ചയായും അത് നേതൃത്വത്തിൽ ആരെ ലക്ഷ്യം വെച്ചാണ് അല്ലെങ്കിൽ ആരെ ഉന്നം വെച്ചാണ് എന്നത് വളരെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഈ തോൽവിയുണ്ടായി, അത് പഠിക്കാൻ പാർട്ടി തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് കെ ശൈലജ മുൻ ആരോഗ്യമന്ത്രിയാണ്, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവി, അതായത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, അതോടൊപ്പം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കെ ശൈലജയെ പോലുള്ള ഏറ്റവും മുതിർന്ന നേതാവ് തന്നെ സ്വയം വിമർശനമായ നേതാക്കൾക്കെതിരെ ഒരു മുന്നറിയിപ്പുമായി വരുമ്പോൾ തീർച്ചയായും ഇത് ചർച്ചയാകുന്ന ഒരു ലേഖനം തന്നെയായി മാറും. മാത്രമല്ല, കെ ശൈലജ പോലും പയ്യന്നൂർ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചതാണ്. സംസ്ഥാന സെക്രട്ടറിയിൽ ആദ്യമായി തന്റെ സ്ഥാനാർത്ഥിനെതിരെ തന്നെ തോൽപ്പിക്കാനായി മനഃപൂർവ്വം നിർത്തിയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പാർട്ടിക്ക്. ശരി അൻഫിൽട്ട്, എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഇടതിനുണ്ടായ തോൽവിയിൽ സ്വയം വിമർശനം നടത്തി, ഒപ്പം തന്നെ നേതൃത്വത്തെ വിമർശിച്ചും CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ കെ ശൈലജ രംഗത്തെത്തിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു അൻഫിൽട്ട് ഡിസൂസ. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടിൽ നടപടികൾ തുടങ്ങി. പണം എണ്ണുന്ന 40 ജീവനക്കാരെ മാറ്റി നിർത്തി. SIT മൊഴിയെടുത്തതിന് പിന്നാലെയാണ് ജീവനക്കാരെ മാറ്റിയത്. പണം എണ്ണുന്ന മുറികളിൽ CCTVകളുടെ എണ്ണം കൂട്ടി. അതിനിടെ ട്രസ്റ്റ് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കർസേവകരുടെ സംഘടന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. 1400 കോടിയോളം രൂപയുടെ വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതിനിടെ മധുര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് പരാതി ലഭിച്ചു. വഴിപാടിൽ നിന്നുള്ള വരുമാനവും സ്വർണം, വെള്ളി ആഭരണങ്ങളും തട്ടിയെടുക്കുന്നു എന്ന ആരോപണമാണ് പരാതിയിൽ ഉന്നയിച്ചത്. ഇതോടെ മധുര ക്ഷേത്രത്തിലെ ക്രമക്കേടും അന്വേഷിക്കാൻ തയ്യാറെടുക്കുകയാണ് SIT. കോഴിക്കോട് വടകര സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ CPM നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ വടകര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. ജിതിൻ തന്നെയാണ് സ്ക്രീൻഷോട്ടിന്റെ ഉറവിടമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഇതിനായി കൂടുതൽ തെളിവുകൾ ലഭിക്കേണ്ട സാഹചര്യത്തിൽ പ്രതിയുടെ ജാമ്യാപേക്ഷയെ കോടതിയിൽ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കും. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞുകയറി. ബസ് കാത്തുനിന്ന കുട്ടികൾക്ക് മുകളിലേക്ക് ലോറി മറിഞ്ഞു. കുട്ടികൾ ടിപ്പറിനടിയിൽ അകപ്പെട്ടു. കുട്ടികളെ പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. സുധീഷ് ചേരുകയാണ്. സുധീഷ്, നടക്കുന്നൊരു സംഭവം, എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? ഇപ്പോൾ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? ശ്രീജ, രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഈ സംഭവം രാവിലെ 7 മണിക്ക് ശേഷമാണ് നടന്നത്. ടിപ്പർ ലോറി ഈ ബസ് കാത്ത് നിന്നിരുന്ന ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഈ സമയം ബസ് കാത്ത് നിന്ന കുട്ടികൾക്ക് മുകളിലേക്കാണ് ടിപ്പർ ലോറി മറിഞ്ഞത്. ഈ കുട്ടികൾ ഇപ്പോൾ 5 കുട്ടികളാണ് ഈ ബസ്സിനടിയിൽ അകപ്പെട്ടതായ നിലയിൽ ഉണ്ടായിരുന്നത്. അതിൽ 4 വിദ്യാർത്ഥികളാണ്. ഈ 4 വിദ്യാർത്ഥികളെ ഇപ്പോൾ പുറത്തെത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടികളുടെ ഒക്കെ നില ഗുരുതരമാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഏതായാലും കുട്ടികളെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾ നിന്നിരുന്ന ബസ് സ്റ്റോപ്പിലേക്ക് നിയന്ത്രണം വിട്ട് എത്തിയ ലോറിയാണ്, അതായത് ടിപ്പർ ലോറി, മണൽ കയറ്റി കൊണ്ടുവന്ന ടിപ്പർ ലോറിയാണ് പാഞ്ഞു കയറി ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ഏതായാലും അപകട വിവരം എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടികളുടെ നില ഗുരുതരം എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ സ്ഥലത്ത് പുരോഗമിക്കുകയാണ്. ശരി സുധീഷ്, എന്തായാലും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറി ബസ് കാത്തു നിന്ന കുട്ടികൾക്ക് മുകളിലേക്ക് മറിഞ്ഞിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കുട്ടികൾ ഒരാപത്തും ആ കുട്ടികൾക്ക് ഉണ്ടാവരുതേ, അവർ വേഗം തന്നെ സുഖം പ്രാപിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. കോട്ടയത്ത് കഴിഞ്ഞ മാസം യുവതിയെ ഭർത്തൃവീടിന് സമീപം ആറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് യുവതിയുടെ കുടുംബം രംഗത്ത്. പത്തനംതിട്ട കുമ്പനാട് സ്വദേശി PV വർഗീസാണ് മകളുടെ മരണത്തിന് പിന്നിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പീഡനമാണെന്ന ആരോപണവുമായി രംഗത്തെത്തിയത്. ജോസഫിൻ്റെ മകൾ സോനയെ കഴിഞ്ഞ മാസം 3-നാണ് ഭർത്താവിൻ്റെ വീടിന് സമീപം
ആറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ത്രീധനം ആവശ്യപ്പെട്ട സോനിയുടെ ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും സോനിയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നതായാണ് പിതാവ് ജോസഫിന്റെ ആരോപണം. മകൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോരാൻ തയ്യാറായിരുന്നെങ്കിലും 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഭർത്താവിന്റെ വീട്ടുകാർ വിട്ടു നൽകാതിരുന്നതാണ് തടസ്സമായത്. സോനിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് കഴിഞ്ഞ മാസം പരാതി നൽകിയെങ്കിലും നടപടികൾ വൈകുകയാണെന്നും കുടുംബം ആരോപിച്ചു. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്, കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. 24,200 എന്നുള്ള നിലവാരം തന്നെയാണ് മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം തുടരുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ തുടരുകയും ചെയ്യും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയുടെ തോത് ഗണ്യമായി കുറച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ആശ്വാസം തന്നെയാണ്. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അനുകൂലമായി വിപണിയിൽ ഇടപെടുന്നുമുണ്ട്. ആഗോള സാഹചര്യങ്ങളും തൃപ്തികരം തന്നെയാണ്. പ്രത്യേകിച്ചും US ഇറാൻ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് നടത്തുന്ന തുടർ ചർച്ചകളെല്ലാം വിപണിക്ക് പ്രോത്സാഹനം നൽകും. ഒപ്പം തന്നെ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായിട്ടുള്ള ഇടിവും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് ഗുണം ചെയ്യുന്നത് തന്നെയാണ്. $79 എന്ന നിലവാരത്തിലാണ് ഇന്നലെയും ക്രൂഡ് ഓയിൽ വില സെറ്റിൽ ഉണ്ടായത്. എന്നാൽ $80 താഴേക്ക് വരികയും ഒരു വേള $75 താഴേക്ക് വരെ നീങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന കുറവ് വിപണി മുന്നോട്ട് നയിക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ രൂപയുടെ മൂല്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മെച്ചപ്പെടലും വിപണിയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമായി പ്രവർത്തിക്കുകയും ചെയ്യും. വരും ദിവസങ്ങളിലും വിപണിയിൽ ഏറ്റക്കുറച്ചിൽ തുടരാമെങ്കിൽ കൂടിയും വളരെ ക്രമാനുഗതമായിട്ടുള്ള ഒരു നിക്ഷേപ താല്പര്യവും വിപണിയുടെ വളർച്ചയും ഈ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് പ്രേരകമായ രീതിയിൽ തന്നെയാണ് എല്ലാ ഘടകങ്ങളും വിപണി നിലകൊള്ളുന്നതും. ചെറുകിട നിക്ഷേപകരും വളരെ അനുകൂലമായ രീതിയിൽ വിപണി ഇടപെടുന്നുണ്ടെന്ന് വേണം കരുതാൻ. അതിൻ്റെ പ്രതിഫലനമാണ് പല ദിവസങ്ങളിലും വിപണിയിൽ ഉണ്ടായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഒരു നിക്ഷേപ താല്പര്യവും കാണിക്കുന്നത്. നന്ദി ശ്രീ ദിലീപ്. കണ്ണൂർ മട്ടന്നൂർ ശിവപുരത്ത് ബസ് കത്തിനശു. ഉംറ തീർത്ഥാടകരുമായി വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. ആർക്കും പരിക്കില്ല. തീപിടുത്തത്തിൽ ബസ്സിന് സമീപം ഉണ്ടായിരുന്ന ചില കടകൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ മറക്കാതെ കാണുക.